എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വിത്ത് 5 years ഓഫ് എക്സ്പീരിയൻസ് എന്ന് മാത്രം ഒരു സെൻറ്റൻസ് അല്ലാണ്ട് അതിനോടൊപ്പം എന്തൊക്കെ ടൂൾസും ടെക്നിക്സും ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ ആ ഒരു സെൻറ്റൻസിൽ തന്നെ നമുക്ക് വലിച്ചു നീട്ടി എഴുതാം. അങ്ങനെയുള്ള ഒരു 3 സെൻറ്റൻസ് ഒക്കെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതാണ് നന്നാവുക എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. നമസ്കാരം. ഒരു റെസ്യൂമെ തയ്യാറാക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മുകളിൽ എഴുതുന്നൊരു കണ്ടൻറ് ഉണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം ആയതുകൊണ്ടാണല്ലോ ഏറ്റവും മുകളിൽ എഴുതുക. പ്രൊഫൈൽ സമ്മറി അല്ലെങ്കിൽ കരിയർ ഒബ്ജക്റ്റീവ് എന്നിങ്ങനെ 2 സംഗതികളാണ് പൊതുവേ നമ്മൾ എഴുതാറുള്ളത്. ഒരു ഫ്രഷറിനെ സംബന്ധിച്ചോ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോ ഒക്കെ കരിയർ ഒബ്ജക്റ്റീവ് എന്നൊരു സംഗതി കൊടുക്കാം. വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ സംബന്ധിച്ച് എപ്പോഴും പ്രൊഫൈൽ സമ്മറി തന്നെയാണ് കൊടുക്കേണ്ടത്. ഇനി സ്റ്റുഡൻസോ ഫ്രഷേഴ്സോ ആയിട്ടുള്ളവരാണെങ്കിലും അപ്പാർട്ട് ഫ്രം ജസ്റ്റ് ക്വാളിഫിക്കേഷൻസ് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നോട്ടബിൾ ആയിട്ടുള്ള ഇൻറ്റേൺഷിപ്സും അഡീഷണൽ കോഴ്സസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊഫൈൽ സമ്മറി കൊടുക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഇത് എഴുതേണ്ടത് എന്നുള്ളതിലേക്ക് നോക്കാം. അപ്പോൾ പേരും കോൺടാക്ട് ഡീറ്റെയിൽസും ലിങ്ക്ഡിൻ പ്രൊഫൈലിന് ലിങ്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പ്രൊഫൈലിനോ പ്രൊഫൈൽ സമ്മറിന്നോ അല്ലെങ്കിൽ ജസ്റ്റ് സമ്മറിന്നോ പ്രൊഫഷണൽ സമ്മറിന്നോ ഇങ്ങനെയുള്ള ഒരു ഹെഡിങ്സിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. ഈ എബൌട്ട് മീ തുടങ്ങിയ യൂസേജുകൾ ഒഴിവാക്കുക. ഇങ്ങനെയുള്ള റെഗുലർ രീതിയിലുള്ള ഹെഡിങ്സ് തന്നെ കീപ്പ് ചെയ്യാം. ഈ കണ്ടന്റിലേക്ക് വരുമ്പം ആദ്യം 1-2 കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഈ പ്രൊഫൈൽ സമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്യൂമയുടെ ഒരു ചുരുക്കമാണ്. ഈ റെസ്യൂമയിൽ പറഞ്ഞിട്ടുള്ള ഫുൾ കാര്യങ്ങളുടെ ഒരു ബ്രീഫ്. ഒരു 3 സെൻറ്റൻസിലെങ്ങാനും നിങ്ങൾ ഈ റെസ്യൂമെ മൊത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അത് മാത്രം. അങ്ങനെയാണ് നമ്മളൊരു പ്രൊഫൈൽ സമ്മറി തയ്യാറാക്കേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം, റെസ്യൂമെയിൽ നമ്മൾ ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവിലുള്ള വേർഡ്സ് ഐ, മീ, മൈ, മൈൻ, മൈസെൽഫ് തുടങ്ങിയ വേർഡ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ പ്രൊഫൈൽ സമ്മറിയിലേക്ക് വരുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ ആ വേർഡ്സ് ഒന്നും ഇല്ലാതെ വേണം തയ്യാറാക്കാൻ. ഇനി പ്രൊഫൈൽ സമ്മറി തയ്യാറാക്കുമ്പോൾ നേരത്തെ പറഞ്ഞത് ഇവിടെ നമുക്കൊരു ആവറേജ് ഒരു 3 സെൻറ്റൻസസ്, ഓക്കെ 3-4 മാക്സിമം 3 സെൻറ്റൻസസ് ആണ് എപ്പോഴും ഏറ്റവും നല്ലത്. പക്ഷേ അതിൻ്റെ ലെങ്ത് നമുക്ക് കുറച്ച് എലാബറേറ്റ് ചെയ്യാം. അതായത് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വിത്ത് 5 years ഓഫ് എക്സ്പീരിയൻസ് എന്ന് മാത്രം ഒരു സെൻറ്റൻസ് അല്ലാണ്ട് അതിനോടൊപ്പം എന്തൊക്കെ ടൂൾസും ടെക്നിക്സും ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ ആ ഒരു സെൻറ്റൻസിൽ തന്നെ നമുക്ക് വലിച്ചു നീട്ടി എഴുതാം. അങ്ങനെയുള്ള ഒരു 3 സെൻറ്റൻസ് ഒക്കെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതാണ് നന്നാവുക എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. 2, ഈ സെൻറ്റൻസിൻ്റെ നീളം പറയുമ്പോൾ എത്രത്തോളം നീളമാകാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിഫറബിളി ഒരു 4 ലൈൻസ് അല്ലെങ്കിൽ മാക്സിമം 5 ലൈൻസ്. നമ്മളൊരു റെസ്യൂമെ ഒരു ഡോക്കിൽ ഒരു 5 ലൈൻസ് ഒക്കെയാണ് മാക്സിമം ഒരു ലെങ്ത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഒരുപാട് എഴുതി വെച്ച് കഴിഞ്ഞാലും ആൾക്കാർ ഇത് മൈൻഡ് ചെയ്യില്ല. കാരണം നമ്മളുടെ കീ കാര്യങ്ങൾ എഴുതി വെക്കേണ്ട സ്ഥലമാണ് ഇത്. നമ്മളെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഇത്തിരി പുഷ് ചെയ്തുകൊണ്ടുള്ള ഒരു സെൻറ്റൻസിലായിരിക്കും. ഉദാഹരണത്തിന് സീസൺഡ് HR മാനേജർ അല്ലെങ്കിൽ സീസൺഡ് റിക്രൂട്ട്മെൻറ്റ് എക്സ്പെർട്ട്. നമ്മൾ ഈ സീസൺഡ് എന്നൊക്കെ ഉപയോഗിക്കുന്നത് പൊതുവെ കുറച്ചധികം എക്സ്പീരിയൻസ് ഉള്ള എന്നുള്ളൊരു അർത്ഥത്തിലാണ്. ഇനി ഡിലിജൻറ്റ് ക്വാളിറ്റി അനലിസ്റ്റ്, അതായത് ക്വാളിറ്റി അനലിസ്റ്റ് എന്നുള്ളതാണ് റോള്. പക്ഷേ നമ്മൾ ഡിലിജൻ്റ് എന്നുള്ള ഒരു അഡ്ജക്റ്റീവ് യൂസ് ചെയ്യണം. അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ക്വാളിറ്റി അനലിസ്റ്റ് എന്നുള്ളതിനെ വിശേഷിപ്പിക്കുക എന്നൊരു പ്രോസസ്സാണ് അത് ചെയ്യുക. കാരണം ക്വാളിറ്റി അനലിസ്റ്റ് എന്നുള്ളതിനെക്കാട്ടിലും ഉപരി കൊള്ളാവുന്നൊരു ക്വാളിറ്റി അനലിസ്റ്റ് ആണ് എന്ന രീതിയിൽ നമ്മൾ തന്നെ നമ്മളെ ഒന്ന് പൊക്കി പറയുന്നൊരു സംഗതി. അതാണ് ഈ അഡ്ജക്റ്റീവ് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ഹെൽപ്ഫുൾ ആവുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അഡ്ജക്റ്റീവോട് കൂടി കഴിവിധം സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങുമ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ ജോബ് റോൾ, ജോബ് ടൈറ്റിൽ, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സീസൺഡ് അല്ലെങ്കിൽ ഡിലിജൻ്റ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം എന്ത് പ്രൊഫഷണലാണ് അല്ലെങ്കിൽ എന്ത് റോളിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തു. അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി വരുന്ന 2 കാര്യങ്ങൾ നമ്മളുടെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസസും നമ്മളുടെ മേജർ ഏരിയാസ് ഏതൊക്കെയാണ് വർക്ക് ചെയ്യുന്ന ഏരിയാസ് എന്നുള്ളത്. ഉദാഹരണത്തിന് സീസൺ റിക്രൂട്ട്മെൻറ്റ് എക്സ്പെർട്ട് വിത്ത് ഓവർ 11 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ റിക്രൂട്ട്മെൻറ്റ്, ടാലൻറ്റ് അക്വിസിഷൻ, റെസ്യൂമെ റിവ്യൂ തുടങ്ങിയ രീതിയിൽ നമ്മൾ എഴുതി വെക്കുമ്പോൾ എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളിൽ എക്സ്പെർട്ടൈസ് ഉണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ എ ഡിലിജൻറ്റ് ക്വാളിറ്റി അനലിസ്റ്റ് വിത്ത് എക്സ്പെർട്ടൈസ് ഇൻ മാനുവൽ ആൻഡ് ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ലൈഫ് സൈക്കിൾ എന്നൊക്കെ പറയുമ്പം എന്തിലൊക്കെയാണ് നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ള ആരാണ് എന്നുള്ളൊരു ഇൻട്രോ കൃത്യമായിട്ട് അവിടെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മളുടെ മേജറായിട്ടുള്ള സ്കിൽസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ആണ് ഹൈലൈറ്റ് ചെയ്യാനുള്ളത്. അത് നിങ്ങളുടെ ജോബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്കിൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഇനി കാര്യമായിട്ട് നിങ്ങൾക്ക് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല, നിങ്ങളൊരു റീസെൻ്റ്ലി ന്യൂ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന സോഫ്റ്റ് സ്കിൽസിലും ചെയ്യാം. ലീഡർഷിപ്പ് സ്കിൽസ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസോ വട്ടവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻസ് തരുന്ന കാര്യം നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. നിങ്ങൾക്കുള്ളത് മാത്രം മെൻഷൻ ചെയ്യുക, പ്രത്യേകിച്ച് പ്രൊഫൈൽ സമ്മറിയിലേക്ക് വരുമ്പോൾ. ആൻഡ് അതിൽ തന്നെ നമ്മളെ ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് അപ്ലൈ ചെയ്യുന്ന പോകുന്ന ജോബിനനുസരിച്ച് ഏതൊക്കെയാണോ അത് മെൻഷൻ ചെയ്യാൻ മറക്കാതിരിക്കുക. കാരണം ഞാൻ ഹയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് വേണ്ടത് എന്തൊക്കെയാണ് എക്സ്പെർട്ടൈസ് ടൂൾസ് എന്നൊക്കെയുള്ളത് എൻ്റെ മൈൻഡിലുണ്ട്. അപ്പോൾ അത് പ്രൊഫൈൽ സമ്മറി തന്നെ കാണുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം ആ ജോബ് ഡിസ്ക്രിപ്ഷനെ കണക്ട് ചെയ്ത് കൃത്യമായിട്ടുള്ള കീവേഡ്സ് അവർ ചോദിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടും നമ്മളുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കീവേഡ്സും കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു സാമ്പിളായിട്ടൊരു സംഗതി ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഞാനൊന്ന് കാണിച്ച്. സീസൺ റിക്രൂട്ട്മെൻറ്റ് എക്സ്പെർട്ട് വിത്ത് ഓവർ 11 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ടാലൻറ്റ് അക്വിസിഷൻ, റെസ്യൂമെ റൈറ്റിംഗ് ആൻഡ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ, പ്രൂവൻ ട്രാക്ക് റെക്കോർഡ് ഓഫ്
enhancing client employability through strategic resume crafting and personalized career coaching. അപ്പോൾ ഈ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ സ്കിൽസ് അല്ലെങ്കിൽ മേജറായിട്ടുള്ള ഒരു നമ്മളുടെ ഏരിയാസ് എന്താണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് മെൻഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾക്ക് വേണ്ടത് എന്താണോ അത് 2-3 സെൻറ്റൻസസിൽ കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒരു ക്വാളിറ്റി അനലിസ്റ്റിൻ്റെ ഒരു പ്രൊഫൈൽ സമ്മറിയാണ്. സോ അതിൽ 6 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഏതിലൊക്കെയാണ് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത്, എക്സ്പെർട്ടൈസ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ വേർഡ്സ് ഓരോന്നും. അതോടൊപ്പം തന്നെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഏതൊക്കെ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫീൽഡ് കണക്റ്റഡ് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻഡ് ആയിട്ടുണ്ട്. ആൻഡ് ഏറ്റവും അവസാനത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എലോങ് വിത്ത് HR എക്സ്പീരിയൻസസ്. കാരണം ആദ്യം പറഞ്ഞിരിക്കുന്നതെല്ലാം ഡെവലപ്മെൻറ്റും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ലാസ്റ്റ് പാർട്ടിലേക്ക് വന്നപ്പോൾ ഒരു HR എക്സ്പീരിയൻസും കൂടി ഉണ്ട്. കാരണം ഈ പർട്ടിക്കുലർ ആൾ ആ ഒരു ടൈപ്പ് ഓഫ് ജോബ്സ് IT ഇൻഡസ്ട്രിയിൽ IT കമ്പനീസിൽ HR ലെവലിലേക്ക് കൂടി അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസും കൂടി ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു പ്രൊഫൈൽ സമ്മറി വൃത്തിയായിട്ട് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാംഗ്വേജ് സ്കിൽസ് കുറച്ച് കുറവാണെങ്കിൽ ഈ റെസ്യൂമിലെ ബാക്കി കണ്ടൻറ്റ് മുഴുവൻ കോപ്പി ചെയ്തിട്ട് ChatGPT പേസ്റ്റ് ചെയ്തിട്ട് ഒരു 2 to 3 സെൻറ്റൻസസിലൊരു പ്രൊഫൈൽ സമ്മറി പ്രിപ്പയർ ചെയ്ത് തരൂ എന്നൊരു പ്രോംപ്റ്റോടെ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടാണ് നമുക്ക് കിട്ടും. ഞാനത് ആദ്യം പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലറായിട്ട് ഒരു റെസ്യൂമേസ് കാണുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് ChatGPT ജനറേറ്റഡ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. എനിക്കിപ്പം ഈ റെസ്യൂമേ അഡ്വൈസേഴ്സ് ആയിട്ട് ഡെയിലി ആൾക്കാർ റെസ്യൂമേസ് അയക്കുന്നത് കൊണ്ട് അത് കാണുമ്പോൾ തന്നെ ഒരാൾ എഴുതിയതാണോ ChatGPT ജനറേറ്റഡ് ആണോ എന്ന് ആ സ്ട്രക്ചർ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ചെയ്യുകയാണെങ്കിൽ ഒന്ന് സ്ട്രക്ചർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ശ്രമിച്ച് നോക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഒരു പ്രൊഫൈൽ സമ്മറി നമുക്ക് ഈ ഒരു തരത്തിൽ ചെയ്യാവുന്നതാണ്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.